കൊല്ലമ്പുഴയിലാണുള്ളത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാള് കാസ്റ്റിങ്ങും റീബാർ വർക്ക്സും ഒക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിരിഞ്ഞ് നമ്മുടെ ബ്രിഡ്ജ് സൈറ്റിലോട്ടുള്ള ദിശയിലേക്ക് പോകുമ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ് വലതുവശത്ത് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുവശത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്ത ക്രാഷ് ബാരിയറാണ്. ക്രാഷ് ബാരിയർ ഇവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്യുന്ന സ്ലിപ്പ് ഫോം പേവർ എന്ന് പറയുന്ന ഒരു മെഷീനാണിത്. ഇത് ഉപയോഗിച്ചാണ് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പും ഇതിൻ്റെ അകത്ത് സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണാം. ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി സാമ്പിൾ എടുത്തതാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇത് പല സ്ഥലത്തും കാണാം ഇതുപോലെ. ഇത് നമ്മുടെ ഇടയാവണം അണ്ടർപാസാണ്. ഇതിൻ്റെ ഒരു എഡ്ജും അതേപോലെ തന്നെ മെയിൻ കാരിയേജയുടെ മറുവശവും തമ്മിൽ ഏകദേശം നല്ലൊരു ദൂരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നീളത്തിലും കൂടി ഈ അണ്ടർപാസ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് സൈറ്റിനും അണ്ടർപാസിനും ഇടയിലുള്ള സ്ഥലത്ത് മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഷൂ മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള പൊടിയാണ് ഇവിടെയൊക്കെ. ഇത് ഞാൻ നദി ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഇവിടെ ഒരു JCB നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന കാടും പടലമൊക്കെ വെട്ടിത്തെളിക്കുന്നുണ്ടായിരുന്നു. ആ കാണുന്ന പ്രദേശത്തും കുറേ കാടൊക്കെ വെട്ടിക്കളഞ്ഞ് ചെറുതായിട്ട് എർത്ത് വർക്ക്സ് നടക്കുന്നുണ്ട്. അവിടെ ഒരു ആ പാറക്കെട്ടിൻ്റെ ബാക്കിലായിട്ട് ആണ് ഞാൻ നിന്നപ്പോൾ അവിടെ JCB ഉണ്ടായിരുന്നത്. ഇത് പാലാങ്കോണത്തേക്ക് പോകുന്ന ദിശയാണ്. ഇവിടുന്ന് തിരിഞ്ഞ് ബ്രിഡ്ജ് സൈഡിലേക്ക് പോകുന്ന ദിശയിലാണ് എക്സ്കവേറ്റർ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ അവരുടെ RDSൻ്റെ മെഷീൻ നിന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ കുടവർക്കോണം ഓവർപാസിൻ്റെ സൈറ്റാണ്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും നടക്കുന്നില്ല. വാഴയൊക്കെ ഉള്ളത് എന്തായാലും നന്നായി കുലയ്ക്കാറായിട്ടുണ്ട്. കുലച്ച് കഴിഞ്ഞ് പഴമൊക്കെ തിന്ന് നമുക്കങ്ങനെ വിശ്രമിക്കാം.